പറയാണ്ട് പണി തുടങ്ങിയത്. ആ അമ്മന്റെ മോച്ചല്ല അമ്മന്റെ മോത്ത് പൊന്നിന്റെ മോ പറ്റൂലല്ലേടാ. അങ്ങോട്ട് പോണോ? ഇറക്കിവില്ല നടക്കാം. നമുക്ക് പോകാം. നമ്മുടെ ഈ ലാൻഡ് ക്രൂസർ ഉണ്ടാകാം. പേരുണ്ടോ നിനക്ക്? കുക്കുട് ഒരേ പൊസിഷനിൽ ഇറങ്ങുമ്പോൾ നിന്റെ കാലൊക്കെ നിറച്ച് ഓംപ്ലേറ്റ് ഇട്ടത് ചെന്നിന്റെ മറ്റോളോ വേണ്ട അണ്ണാക്കില് തരും. അപ്പൊ അതിന് പഴം തിരി നല്ല മനുഷ്യനെ ഇനി വെള്ളത്തിൽ കുപ്പിവെള്ളത്തിന് വില കൂടുന്ന പറഞ്ഞേ. കോഴി ചെന്ന ഓംപ്ലേറ്റ് എന്ന് പറഞ്ഞപ്പോഴായിരിക്കും നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞത് എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് വന്നല്ലേ. ഓ മുട്ടയോ? ആ പിന്നെ കാര്യം അവിടെ മുട്ട കൊടുക്കില്ല, എക്സ്ട്രാ പൈസ കൊടുത്ത് പഠിപ്പിച്ചാ. ബിരിയാണിക്ക് ഇവന്മാര് മുട്ട കൊടുക്കില്ല. ഒരു മുട്ടയ്ക്ക് എത്രയാണ്? 10 രൂപയോ? ആർക്കാ ഇഷ്ടം?
ഇറക്കിയോ? എന്നെ പൈസ ഇറക്കിയുള്ള പരിപാടിയാണ്. 25 അന്ന് തന്നെ ഉണ്ട് 25 രൂപ കണ്ട്. അബി അതായത് മീൻകറി മേടിച്ചപ്പോ അതാണ് ഞങ്ങളുടെ പഴയ വീട്. നമ്മളുടെ ചേട്ടായി ഒക്കെ താമസിച്ചിരുന്ന പഴയ വീട്. അതെല്ലാം പോയി. പഴയ കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ മാവിലൊക്കെ നിറച്ച് മാങ്ങയാണ്. അത് നമ്മളെ പറഞ്ഞിരിക്കണം. ഇതായിരുന്നു എൻ്റെ റൂം. ഇതാണ് ചേട്ടായിട്ട് നിങ്ങൾക്ക് പണ്ട് എവിടെ ഇതൊക്കെ അല്ല പണ്ടൊക്കെ സ്വിച്ചൊക്കെ നോക്കി. എങ്ങനത്തെ സ്വിച്ച്? ഇങ്ങനത്തെ സ്വിച്ച് ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ. പണ്ട് താഴെ കുറേ ഞാൽമരം ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ടുപോയി നട്ടാക്കി. ഇത്ര വലുതാവുമെന്ന് ഞാൻ വിചാരിച്ചു. കഴിച്ചു എന്റെ ബോഡി കാണിച്ചാൽ പിന്നെയും കുഴപ്പമില്ല. ചെമ്മിന്റെ ബോഡി കാണിച്ചില്ല. ഇഷ്ടമറിയോ? ഈ കോണിമ്പില് വർക്കിൽ നേരത്തെ കിട്ടി. തലേന്ന് തേങ്ങ അച്ഛൻ എന്നെ അനുഗ്രഹിച്ചു. ഇത് ഏത് മരമാടാ? ചക്കയുണ്ട്, അപ്പൊ സപ്പോർട്ടാവും. പ്ലാവ് പ്ലാവ്. അയ്യോ, പക്ഷെ ഇത് ബോഗൻവില്ലും കഴിച്ചിരിക്കുന്നു. ചക്കയ്ക്ക് സപ്പോർട്ടിന് ബോഗൻവില്ല ഉണ്ടായതാ. ഇതാണ് അവരുടെ മക്കൾ. ആ തൂങ്ങി കിടക്കുന്ന അച്ഛൻ. ഓ, അതിന്റെ അപ്പുറത്ത് പിടിക്ക് കുട്ടിക്ക് തരും നിന്റെ അച്ഛനാ. അച്ചാച്ചനോ അതിന്റെ കുഞ്ഞമ്മയും ഇതിന്റെ വലിയ ചാഞ്ഞു കിടക്കുന്നത്. മറ്റവന്റെ ഞാൻ ശരിക്കും പോലും ഇട്ടിട്ടില്ലേ? ഞാനിതെല്ലാം വോയിസോട് ഇടുവേ. ബസ്സിലൊക്കെ ഒരു ഫാൻസുകാരും കൊണ്ട് ഫോട്ടോ എടുത്ത് ചെന്നൈക്കാരെ സിനിമയൊക്കെ എടുത്ത് അതോടുകൂടി മലയാള സിനിമയുടെ എല്ലാം കൂടെ പൊളിഞ്ഞ് തലേ കിടക്കുകയാണ്. കോഴി ഉണ്ടായി. കോഴി തൊട്ടാൽ ഒരു മൂർഖൻ ആരം. ഈ മാവിൻ്റെ മണ്ടയ്ക്ക് കയറും. അവിടെ കയറും. അവിടെ കയറി കഴിഞ്ഞ് ഓടായിരുന്നു. ഈ പറമ്പിൽ ചേച്ചി മാങ്ങ വറക്കില്ലെന്ന് പറഞ്ഞു. ചേച്ചിയുടെ കട പറ്റിയ ഓടാറുണ്ടായിരുന്നു. മാങ്ങ വറക്കില്ലെന്ന് പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഇതിലെ ഈ കശുമാങ്ങ കൂടെ കയറി കഴിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് കയറായിരുന്നു. അങ്ങനെ കയറി അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുമ്പോൾ ചേച്ചി അവിടെ നിൽക്കുന്നു. ചേച്ചി മൈൻഡ് അച്ഛൻ്റെ ഒറ്റ പോക്ക് അവിടെ ഒരു പൊട്ടക്കം ഉണ്ട്. ഇവിടെ തട്ടിയിട്ട് നമുക്ക് അതിനെ ഇതാക്കിയാലോ? അവിടെ കാട്ടുപോത്തും വന്ന് ചത്ത് വീണ് അവിടെ ഞങ്ങൾ പീസാക്കും മുറിച്ച്. നീ അവിടെ ചെന്നിട്ടുമല്ല. അല്ല, നമുക്കൊന്ന് പീസാക്കിയാ പോരെ? തലക്കാത്താണല്ലോ ചന്തിക്കാത്ത വെട്ടി എടുക്കണ്ടടാ. വീടിന് ചുറ്റും പ്ലാവാ.
ബോഗൻവില്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് ഒരു പ്രത്യേക സാരി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതിന്റെ പല്ലു പോഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് ഇത്ര രസമാക്കുന്നത് ഇതിന്റെ ബൂട്ടാസാണ്. സാരിയാണ്. പണ്ട് ഞാൻ പണ്ട് പ്രേമിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ ഇവരോട് പറയായിരുന്നു തിന്നാൻ കിട്ടാണ്ട് ചാവൂലെന്ന്. അതിനാന്നറിയോ വീണ്ടും ചുറ്റും ചക്കയാ വെട്ടിക്കൊണ്ട് അഭിഷേകം പച്ചവടി വെച്ച് അടിക്കരുത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം. അങ്ങനെ ആക്കുകയും ചെയ്യാൻ അവസരം അവൻ്റെ കയ്യിൽ നിന്ന് അത് വെച്ച് തന്നെ അടിയും മേടിക്കും. നീ ആ സാധനം ഞാൻ മേടിക്കും. രണ്ടടി മുകളിൽ രണ്ടടി താഴെ താഴെ എന്നിട്ട് ഒരു സ്ഥലം കുറയ്ക്കുന്നത് ചിരി പോലീസായിട്ട് അണ്ണൻ തമ്പി അണ്ണൻ തമ്പി മറ്റേ മമ്മൂട്ടി വന്ന് ഇരിക്കാൻ നേരത്ത് കസാരകൾ ചവിട്ടി ചവിട്ടിട്ട് ചിരി ഇരിക്കുന്നില്ല. എല്ലാം എടുത്തോണ്ടിരിക്കണോ? അപ്പൂര് അപ്പൂര് ഈ കവിളിൽ മറുകുള്ളവൻ അച്ചു മറ്റവൻ അപ്പു. അയ്യോ മറ്റേ ഇതിന്റെ ഉള്ള അവന്റെ കരച്ചിൽ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പട്ടാളത്തിലുള്ള കുണ്ടിക്ക് പിന്നെ നമുക്ക് മലയ്ക്ക് പോവില്ലേ? അതിനാ എടാ നീ വീട്ടിൽ പോയിട്ട് വന്നാൽ മതി. ചെന്നി നിൽക്കാറോ തിരിഞ്ഞറിയിക്കും. അതുകൊണ്ടാണ് 2 സെക്കൻഡ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. വണ്ടീന്റെ പല പാർട്സുകൾ തെറിച്ചു പോയതുകൊണ്ട് ഈ മുതുകഴപ്പിന്റെ കഴപ്പ് കാരണം വണ്ടി അവിടെ ഇവിടെ ചെന്ന് കയറി. വായ്നോട്ട് നിർത്ത് ചെന്നെ. നീ എന്തിനെ വായി നോക്കുന്നേ? ചെന്നിന് ഏതെങ്കിലും പെണ്ണിനെ കിട്ടുവാൻ കെട്ടിച്ചുകൂടായിരുന്നു. പൈസ അങ്ങോട്ട് കൊടുക്കായിരുന്നു. ഏതെങ്കിലും നല്ല സൗന്ദര്യമായിട്ടുള്ള ഒരു കൊച്ചുങ്ങളെ കാണുമ്പോൾ നമ്മൾ നോക്കും. എന്തിനാ അതിന് എന്തിനാ നോക്കുന്നേ? ഇന്ന് ഒരു ഇതുണ്ടായിരുന്നു സ്ക്രീനിങ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് പെട്ടെന്നൊരു ഛർദി തലവേദന എല്ലാം വന്ന് ഹോസ്പിറ്റലിലേക്ക് നാളെ ഒരു സ്ക്രീനിങ്, അത് കഴിഞ്ഞ് ഒരാഴ്ച ക്ലാസ്, 10 ദിവസം ക്ലാസ് കഴിഞ്ഞ് 27 ഇന്റർവ്യൂ മാർച്ച്. പേപ്പർ സ്റ്റാർട്ടിങ്. അതിന് മുമ്പ് ഇന്റർവ്യൂവിന് 2 ദിവസം മുമ്പ് 1:18 ജോലെ ജോലെ ഇത് പഴം ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ മണമില്ലാന്നേ. ഉരുട്ടി ഉരുട്ടി ഇങ്ങോട്ടല്ലേ. ഇതിനധികം കളറില്ല. പുളിച്ചു കാണും. പഠിച്ചു കറക്റ്റ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് മൊത്തം ചൊളയാ.
എന്റെ മൂക്കാണ് പെട്ടെന്നാളാ പോന്നേ. എടാ അവന് ടോയ്ലറ്റ് പോകാൻ മുട്ടിയിരിക്കുവോ? ഇതെന്തൊരു കഷ്ടാ. ചെന്നി എന്ന് കഴിഞ്ഞാല് ചോറുണ്ടാവില്ല, ഫുള്ള് ബീഫിന്റെ കഷ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അയ്യപ്പൻ പൊയ്യപ്പൻ ആനക്കള്ളൻ. പേടിക്കണ്ട, പെട്ടെന്ന് എടുക്കുന്നുണ്ട്. നിനക്ക് മാത്രമേ പോലെ പുള്ളി നോക്കി ചിരിക്കുന്ന കണ്ടില്ല. വീട്ടിലെ കയറ്റുന്നില്ലല്ലോ. കേട്ടുന്നുണ്ട് കേട്ടിട്ടുണ്ട്. കേട്ടുന്നുണ്ടറാ. ഇത് പുറകിലെ കഴിക്കോലാട്ടോ. നിന്റെ അപ്പൻ എന്തും പറഞ്ഞു എന്നും പറയില്ലേ. വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞതാ. കുക്കുടി വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കഴിക്കോല് കൂട്ടിയതാണ്. സത്യം തേക്കിലാണ് തോന്നുന്നത്, വീഴുന്നില്ല. കവറക്കൂരി വീഡിയോ എടുക്കുവാടാ.